നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി, നറുചെരി 4 മണി പൂവ് പോൽ വിരിഞ്ഞുവോ. മലയാളികളുടെ വിചാരവികാരങ്ങളിൽ അതിമനോഹര ഗാനമായി നിലകൊണ്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി നാദം നിലയ്ക്കാത്ത പാട്ടോർമ്മ. മടക്കം മലയാളി മനസ്സുകൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അരനൂറ്റാണ്ടിൻ്റെ ഗാനസവര്യ സമ്മാനിച്ച് ഒരിക്കലും മറക്കാനാകാത്ത 1000-ലേറെ ഗാനങ്ങൾ സംഗീത പ്രേമികൾക്കിനി നിധി പോലെ സൂക്ഷിക്കാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. നടൻ മമ്മൂട്ടിയടക്കം സിനിമാ ലോകത്ത് നിന്ന് പ്രമുഖരുടെ നിര. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഒന്നടങ്കം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തി. ഇതിഹാസ ശബ്ദത്തിൽ അനുഗ്രഹീതനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കാരം എറണാകുളം ചേന്ദമംഗലത്തെ പാലിയം തറവാട്ട് ശ്മശാനത്തിൽ. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം. റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമെന്ന് കോടതി ചോദ്യം. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേയെന്നും കോടതി. സമാന പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ. മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകി കോടതി. ബോബിക്ക് ED കുരുക്കും. സ്വത്ത് വകകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനം. മുൻ മന്ത്രിയും ആലത്തൂർ MP-യുമായ K രാധാകൃഷ്ണന്റെ പുതിയ പുസ്തകം ഉയരാം ഒത്തുചേർന്ന് കേരളത്തിന്റെ അക്ഷര നഭസിൽ. നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം. ജാതി ചിന്തകളുടെ കനലുകൾ ഇപ്പോഴും ചാരത്തിൽ പുതഞ്ഞ് സമൂഹത്തിൽ കിടപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി രാധാകൃഷ്ണൻ. പയ്യന്നൂരിൽ നടന്ന പരിപാടിയിൽ നിലവിളക്ക് കൊളുത്താൻ തിരിവിളക്ക് തനിക്ക് കൈമാറാതെ താഴെ വച്ച സംഭവവും പുസ്തകത്താളുകളിൽ. സ്പീക്കർ AN സംഷീർ പ്രകാശനം ചെയ്തു. വീണയൻ ന്യൂസ് ഇംപാക്ട്. തെക്കുംകര പഞ്ചായത്തിലെ നെൽകർഷകർക്ക് വിളവെടുപ്പിന് മുമ്പ് കണ്ണീർ കയം സമ്മാനിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനം. വിരുപ്പാക്ക, മണലിപ്പാടമടക്കം 9 പാടശേഖരങ്ങളിൽ വെടിവെപ്പ്. ലൈസൻസുള്ള ഷൂട്ടർമാർ തെക്കുംകരയിൽ. കർഷകരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ തീരുമാനം. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കണ്ണികളായി. കർഷക വേദന പുറത്തു കൊണ്ടുവന്നത് വീണയൻ ന്യൂസ്. വീണയൻ ന്യൂസിന്റെ ജനപക്ഷ വാർത്തയിൽ അതിവേഗം ഇടപെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിവിധ സംഘടനകളും. വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് തലപ്പിള്ളി താലൂക്കിൽ സ്തംഭിച്ച റേഷൻ വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. താലൂക്ക് സപ്ലൈ ഓഫീസിനു മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. സർക്കാരിന്റെ ജനദ്രോഹ നിലപാട് തിരുത്തണമെന്ന് ആവശ്യം. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വെല്ലുവിളി അവസാനിപ്പിക്കണമെന്ന് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപക നേതാവ് CM ജോർജിന്റെ ദീപ്ത സ്മരണകളിൽ നിറഞ്ഞ് വ്യാപാരി സമൂഹം. വിവിധ പരിപാടികളോടെ ചരമദിനാചരണം. വടക്കാഞ്ചേരി വ്യാപാര ഭവനിലും അനുസ്മരണ സദസ്സ്. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന. പ്രസിഡന്റ് അജിത് മല്ലയ്യയുടെ നേതൃത്വത്തിൽ പരിപാടികൾ. സിൽക്ക് എംപ്ലോയീസ് യൂണിയൻ അത്താണി യൂണിറ്റ് സമ്മേളനം ജനുവരി 14-ന്. വൻ വിജയമാക്കാൻ വേറിട്ട പരിപാടികൾ. കലാകായിക മത്സരങ്ങൾ ആവേശത്തിന്റെ കൊടുമുടിയേറുന്നു. അമ്പലപുരം SS ഓഡിറ്റോറിയത്തിൽ കാൽപന്ത് കളിയുടെ ആരവം. യൂണിയൻ സെക്രട്ടറി VB പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. അശ്രദ്ധമായി ഡ്രൈവിംഗ്. അപകടം വിതച്ചും മരണപ്പാച്ചിൽ. നിർത്താതെ പോയ ലോറിയെ പിന്തുടർന്ന് പിടികൂടി ഹൈവേ പോലീസ്. പെരിന്തൽമണ്ണ പോലീസിന്റെ സഹായത്തോടെ വാഹനം കണ്ടെത്തി വടക്കാഞ്ചേരിയിൽ തിരിച്ചെത്തിച്ചു. ഹൈവേ പോലീസിന് കൈയടിച്ച് ജനം. ലോറി അപകടം വിതച്ചത് മുള്ളൂർക്കരയിൽ.
കോഴിക്കോട്ടെ വ്യവസായി മാമി തിരോധാന കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെ കാണാതായ ഡ്രൈവർ രജിത് കുമാർ, ഭാര്യ തുഷാര എന്നിവരെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി. രണ്ടുപേരെയും നടക്കാവ് പോലീസിന് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിരയൊരുക്കി വടക്കാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ജെസീസ് എന്ന ജൂനിയർ ചേംബർ ഇനി സീനിയർ ചേംബറായി സേവനം തുടരും. ജൂനിയർ ചേംബറിലെ അംഗങ്ങളുടെ 40 വയസ്സെന്ന പ്രായപരിധി പിന്നിട്ടതോടെയാണ് സീനിയർ ചേംബറിന്റെ പിറവി. ഉദ്ഘാടനം ഞായറാഴ്ച സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA നിർവഹിക്കും.